BJPക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബീഹാറിൽ ആദ്യമായിട്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷി അവരുടെ മുഖ്യമന്ത്രി വരാൻ പോവാണ്. അപ്പോൾ ഇതിങ്ങനെ തുടങ്ങുന്നു. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് ചിന്തിക്കാം. അത് തമ്മിലും ബന്ധമുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യാനുള്ള ആത്മവിശ്വാസം അവർക്ക് കൂടുതൽ വരുന്നു, കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നു. നിതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിന്നോക്കക്കാരുടെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്കക്കാരുടെ വോട്ട് കൊണ്ട് പിടിച്ചു വന്നൊരു പാർട്ടിയാണ് JDU എന്ന് പറയുന്നത്. അത്ര ശക്തമായ പാർട്ടിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താ കാണുന്നത്? അദ്ദേഹത്തെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറക്കി വിടുന്നു. ഉപമുഖ്യമന്ത്രിയായി നോമിനേറ്റ് ചെയ്യപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇല്ല. നിതീഷ് കുമാറിൻ്റെ മകൻ്റെ ഒരു വീഡിയോ വളരെ വൈറലാണ്. അത് ഈ മനുഷ്യൻ ഒരു മീറ്റിങ്ങിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല. അതൊരു മദ്യപിച്ച ആൾ, മയക്കുമരുന്ന് കഴിച്ച ആൾ എങ്ങനെയാണോ പെരുമാറുന്നത്, അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇയാൾ ഇതുവരെ പബ്ലിക് ലൈഫിൽ വന്നിട്ടില്ലാത്ത ഒരാളാണ്. അയാളെ ആർക്കും അറിയില്ല. ഇതാ നിതീഷിൻ്റെ മകൻ എന്ന് പറഞ്ഞൊരു ഋതുവാണ്. അയാളിങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു. അത് ഭയങ്കരമായ ആ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുകയാണ്. നിതീഷും ഈ അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ നേതാവായിരുന്ന ഒരാളെ ഇറക്കി വിടുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ഉപമുഖ്യമന്ത്രിയായിട്ട്. എന്നിട്ട് BJP അധികാരത്തിൽ വരുവാണ്. ഇതെല്ലാം ആ സൊസൈറ്റിയിലൂടെ നിന്ന് സന്ദേശം വേറെയാണ്. ഈ ഭഗൽപൂർ കലാപം ഉൾപ്പെടെയുള്ള കലാപങ്ങൾ നടന്ന സ്ഥലമാണ് ബീഹാർ. അവിടുത്തെ ഗ്രാമങ്ങളിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു തരത്തിലുള്ള ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ ഒരു സ്ത്രീയെ തല്ലിക്കൊല്ലുന്നു. UPയിൽ മറ്റൊരു സംഭവം ഉണ്ടാകുന്നു. UPയിൽ ഒരു 13 വയസ്സുകാരനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു. അത് കൊന്നത് അവൻ്റെ തന്നെ സഹപാഠിയാണെന്ന് പറയുന്നു. അവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാണ്. നോമ്പെടുത്തുകൊണ്ട് തന്നെയാണ് പോയത്. പോകണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞതാണ്. എന്നിട്ടും കൂട്ടുകാരുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ പോയതാണ്. അപ്പോൾ അബദ്ധത്തിൽ പൊട്ടിയ പോയിന്റ് ബ്ലാങ്കിൽ ഒരിക്കലും അബദ്ധത്തിൽ പൊട്ടില്ലല്ലോ. ഒന്നുകിൽ നെറ്റിയിൽ വെച്ചിട്ട് അബദ്ധത്തിൽ പൊട്ടണം. നെറ്റിയിൽ വെക്കണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമല്ലോ. അതാണ് അവർ ചോദിക്കുന്നത്. മറ്റൊരിടത്ത് UPയിൽ നടക്കുന്ന സംഭവം, സൈക്കിളിൽ സ്വന്തം കടയിലേക്ക് പോവുകയാണ് ഒരു വൃദ്ധനായ മനുഷ്യൻ, 70 വയസ്സിന് മുകളിലുണ്ട് അയാൾക്ക്. അപ്പോൾ ഒരാളുടെ വീട്ടിൽ എന്തോ ഒരു സാധനം മോഷണം പോയതിൻ്റെ പേരിൽ ആ വീട്ടുകാരിൽ നിന്ന് ബഹളം വയ്ക്കുകയാണ്. ആർക്കെതിരെ ബഹളം വയ്ക്കുക. അപ്പോൾ ഈ മോഷ്ടിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന ആൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് എന്ന് കരുതി ഇവർ മൊത്തം കമ്മ്യൂണിറ്റിയെ തെറി വിളിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ ആ മോഷ്ടിച്ച ആളെ കണ്ടുപിടിച്ച അയാളെ ശിക്ഷിക്കും, നിയമനടപടി സ്വീകരിക്കും, എന്തിനാണ് കമ്മ്യൂണലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ചോദിക്കുന്നു. അയാളെ പിടിച്ച് തല്ലിക്കൊല്ലുന്നു. അത് ഈ പാര പോലുള്ള സൗണ്ട് അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്. അത്രയും പ്രായമായ മനുഷ്യൻ. ഇതൊരു നോർമലായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഹെയ്റ്റ് നമ്മുടെ സിരകളിലൂടെ, രാഷ്ട്ര ശരീരത്തിലൂടെ പ്രസരിക്കുന്ന ഹെയ്റ്റിന് ആൻറ്റിവനം കണ്ടുപിടിച്ച് അത് കുത്തിവെച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു നൂറ്റാണ്ട് കഴിയുമായിരിക്കും. പക്ഷെ അത് നടന്നേ പറ്റും. ഇല്ലെങ്കിൽ ഇത് ഒരു നിയോ നോർമലായി മാറും. അതിൽ നമുക്ക് ഒരു ഞെട്ടലും ഉണ്ടാവില്ല. ആരും ഞെട്ടാറില്ല. രാഷ്ട്രീയക്കാരും ഞെട്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ല.